ഹായ് എവരി വൺ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ അടുത്ത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. നെറ്റ് കോട്ട സാരിയിൽ ഈ ഡിസൈൻ ചെയ്ത വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സാരി മാത്രമാണ് അന്ന് കാണിച്ചത്. ഇതാ ഈ കളർ ത്രെഡുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലൂവിൻ്റെ ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഏത് സാരിയാണോ എടുക്കുന്നത് വെച്ചാൽ അതിന് മാച്ച് ആയിട്ടുള്ള കളർ ത്രെഡ് എടുക്കുക. ഇതൊരു ഒനിയൻ പിങ്ക് കളർ ആയതുകൊണ്ട് ബ്ലൂ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് കളർഫുള്ളായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ബ്ലൂ ത്രെഡ് യൂസ് ചെയ്യാം കേട്ടോ. ബ്ലൂവിൻ്റെ തന്നെ ഷെയ്ഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ത്രെഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സാരി കൊണ്ടുപോയിട്ട് ഷോപ്പിൽ പോകുമ്പോൾ ത്രെഡ് വാങ്ങാൻ പോകുമ്പോൾ സാരി കൊണ്ടുപോവുക, എന്നിട്ട് വെച്ച് നോക്കി സെലക്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് പിക്ചർ ട്രേസ് ചെയ്യുന്ന കാണിക്കാം. പിക്ചർ ഞാൻ സാരിയുടെ താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. ഇതുപോലുള്ള സാരീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് സാരി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമ്മൾ താഴെ പിക്ചർ വെക്കുമ്പോൾ നല്ലോണം കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സിൽക്കി കോട്ട ആയതുകൊണ്ട് കുറച്ച് സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട് വരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഇതുപോലെ കൈ കൊണ്ട് വിടർത്തി പിടിക്കുക. അതിനുശേഷം പെൻസിൽ യൂസ് ചെയ്തിട്ട് സോഫ്റ്റായിട്ട് വരയ്ക്കുക. അത്യാവശ്യം ഡാർക്ക് കളർ കിട്ടുന്ന പെൻസിൽ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ വരയ്ക്കാനായിട്ട്. അതുപോലെ വരയ്ക്കുമ്പോൾ മാക്സിമം നീറ്റായിട്ട് വരയ്ക്കാനും ശ്രദ്ധിക്കുക. സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാരിയിൽ എവിടേക്കാണോ ഡിസൈൻ വേണമെന്ന് വെച്ചാൽ അതെല്ലാം വരച്ച് തീർക്കുക. അതിനുശേഷം വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എപ്പോൾ ഫ്രീ ആവുകയാണോ ആ സമയത്ത് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നോർമലി ചെയ്യാറുള്ളത് ഒരു സാരിക്ക് ഒരു സ്പേസ് കൊടുക്കും. അപ്പോൾ ആ സാരിയുടെ അടുത്തായിട്ട് ത്രെഡെല്ലാം വെക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് വെച്ചാൽ കുറച്ച് സമയം അതിൻ്റെ അടുത്ത് വരുന്ന് വർക്ക് ചെയ്യും. ഇതാ എൻ്റെ പിക്ചർ ഓൾമോസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കാണാൻ പറ്റിയ രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. പിന്നെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനിടയിൽ ഒരു വൈറ്റ് പേപ്പർ വെക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി സാരിയുടെ മുകളിൽ ഈ ഒരു സാരിയുടെ പാർട്ടും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ വിസിബിൾ അല്ലാന്ന് വരുന്ന സമയത്താണ് നമ്മൾ വൈറ്റ് പേപ്പർ താഴെ വെച്ച് കൊടുക്കുന്നത്. ഇതാ ഇനി നമുക്ക് ഫ്രെയിം ഫിക്സ് ചെയ്യാം. ഫ്രെയിം ഫിക്സ് ചെയ്യുമ്പോഴും സാരി ഒരുപാട് വലിക്കാതെ കറക്റ്റായിട്ട് വരുന്ന പൊസിഷനിൽ ഫിക്സ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് തെന്നി പോവാതെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് നീഡിലാണ് യൂസ് ചെയ്യുന്നത്, അത് കാണിക്കണം എന്നൊക്കെ. ഈ നീഡിലാട്ടോ ഞാൻ ഈ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ കൂടെ ത്രെഡ് കയറ്റാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഞാൻ 3 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ട് 2 മടക്കി 6 സ്ട്രാൻഡ്സ് ആക്കുന്നു. അങ്ങനെ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ കുറച്ച് ത്രെഡ് എടുത്തതിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് സെയിം കളർ തന്നെ 2 നീഡിൽ കോർത്തിട്ട് സാരിയുടെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്പീഡിൽ ഡിസൈൻ തീർക്കാനായിട്ട് സാധിക്കും. ഇൻ ബിറ്റ്വീൻ നൂല് കോർക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് കുറച്ച് നീഡിലെടുത്തിട്ട് ത്രെഡ് ഇതേപോലെ കോർത്ത് വെക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്ലവർ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലവറിൻ്റെ മിഡിൽ പാർട്ടിൽ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഐഡിയ കിട്ടും.
ഫ്ലവറിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് നടുക്ക് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ക്രീം ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വെറുതെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവറായിട്ട് തീരും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. നെക്സ്റ്റ് നമുക്ക് ഫ്ലവറിൻ്റെ ബഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സെയിം നമ്മൾ ഫ്ലവർ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് കൂടി ഒന്ന് കാണാം. നെക്സ്റ്റ് നമുക്കിതിൻ്റെ സ്റ്റെം ചെയ്യാം കേട്ടോ. സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച്. അതുകൂടാതെ ബാക്ക് സ്റ്റിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സ്റ്റെം തന്നെയാണ് ചൂസ് ചെയ്തത്. ഫ്ലവറിൻ്റെ സ്റ്റെമ്മാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ബഡിൻ്റെ സ്റ്റെം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി നോക്കാം കേട്ടോ. ബഡിൻ്റെ സ്റ്റെം ചെയ്തതിന് ശേഷം ഒരു ഫ്ലവറിൻ്റെ ബഡും കൂടി ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് വാച്ച് ചെയ്തോളൂ.
ഞാൻ എപ്പോഴും ഈ ത്രെഡ് കിട്ടുന്ന സമയത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് 2 ടൈംസ് ടേൺ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ ഈ ഓരോ ഡിസൈൻസ് ചെയ്യുമ്പോഴേക്കും ഫിനിഷിങ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ത്രെഡ് എവിടെയെങ്കിലും ഉടക്കുവാണെങ്കിൽ അതെങ്ങനെ ക്ലിയർ ചെയ്തെടുക്കണം അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ വരുന്ന പോർഷൻസ് ഒന്നും കട്ട് ചെയ്യാതിരിക്കുന്നത് കേട്ടോ. ഇതാ ഇനി ഒരു ഫ്ലവർ ബഡ് കൂടെ ചെയ്യുന്നൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ലീഫ് ചെയ്യേണ്ടതും കൂടി കാണിക്കാം കേട്ടോ.
ലീഫിൻ്റെ നടുക്ക് വരുന്ന ലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ലൈൻ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കൺവീനിയൻറ്റ് ആ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അതും കൂടി വരുമ്പോഴേക്കും ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയാകും. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീഫും ഫ്ലവറും നമുക്ക് ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ഫിനിഷിങ് വരുത്തി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫിനിഷിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സാരിയായിട്ട് എപ്പോഴും കോൺട്രാസ്റ്റ് നിൽക്കുന്ന കളർ യൂസ് ചെയ്യാം. അതേപോലെ സാരിയുടെ ലൈറ്റോ ഡാർക്ക് ഷെയ്ഡ് ഇട്ടാലും കാണാനായിട്ട് ഭംഗിയായിരിക്കും. ഈ ഡിസൈനിൽ 3 ലീഫാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷെയ്ഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലൂവും പിന്നെ കുറച്ച് ലൈറ്റ് ബ്ലൂവും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക്നെസ് കുറച്ച് കുറയ്ക്കാനായിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്രീം ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏത് ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ കളർ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സാരിയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുമ്പോൾ ത്രെഡ് വെച്ച് നോക്കുക. എന്നിട്ട് അത് അതിന് കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതാ ഇവിടെ നമ്മുടെ ലീഫും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈൻ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എനിക്കിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കളറാണ്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. പിന്നെ ഏതെങ്കിലും ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളർ കോമ്പിനേഷൻ ഉണ്ടെങ്കിലൊക്കെ മെസ്സേജ് ഇടാം കേട്ടോ. പറ്റുവാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ. ഒരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ, നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്